നഗരസഭയിൽ നമ്മൾ ഇനി പാലക്കാടേക്ക് പോവുകയാണ്. പാലക്കാട് UDF വലിയ ആശങ്കയുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ എന്നത്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നതിൽ UDF ആശ്വസിക്കാം. പാലക്കാട് സ്ഥിതി നമുക്കൊന്ന് നോക്കാം. ജില്ലാ പഞ്ചായത്തിൽ നോക്കൂ, 30 വാർഡിൽ 2020 27 LDF ആയിരുന്നു. പക്ഷെ അത് ഇത്തവണ 31 വാർഡിൽ ഇത്തവണ 19 അത് ചുരുങ്ങിയിട്ടുണ്ട്. 19 മാത്രമേ LDF നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി UDF കാര്യം നോക്കൂ, 3 വാർഡിൽ മാത്രമേ UDF ജയിച്ചിരുന്നുള്ളൂ. പക്ഷേ അത് 12 ഇത്തവണ ഉയർന്നിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ. ഇനി നമുക്ക് നഗരസഭകൾ നോക്കാം. 7 നഗരസഭയിൽ 5 നഗരസഭാ ഭരണം LDF 2020 മുതൽ. പക്ഷേ അത് 5-ൽ നിന്ന് 2 ഇത്തവണ കുറഞ്ഞിരിക്കുന്നു. 2 നഗരസഭകളിൽ മാത്രമേ LDF ഭരണം നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് UDF നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഒരേ ഒരു നഗരസഭ മാത്രമായിരുന്നു UDF 2020 തുണച്ചിരുന്നത്. പക്ഷേ അത് ഇത്തവണ 4 നഗരസഭയായി ഉയർന്നിരിക്കുകയാണ്. NDA സമാനമാണ് അവസ്ഥ. ഒരു നഗരസഭയായിരുന്നു പാലക്കാട് തുണച്ചിരുന്നത് NDA. ഇത്തവണയും അത് തന്നെയാണ് അവസ്ഥ. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 13 ബ്ലോക്ക് പഞ്ചായത്തിൽ 11 ബ്ലോക്ക് പഞ്ചായത്തിലും LDF ആയിരുന്നു കഴിഞ്ഞ തവണ ഭരണത്തിൽ ഉണ്ടായിരുന്നത്. 9 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നോക്കൂ, UDF സംബന്ധിച്ചും LDF സംബന്ധിച്ചും വലിയൊരു തിരിച്ചടി നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കാണേണ്ടി വരും. 2 ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമേ UDF ഭരണം ഉണ്ടായിരുന്നുള്ളൂ. അത് ഇത്തവണ ഒരെണ്ണം ഉയർന്നിരിക്കുന്നു. 3 ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം നേടാൻ UDF കഴിഞ്ഞിട്ടുണ്ട്. NDA അവിടെ ഒരു തരത്തിലുള്ള നേട്ടവും ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 88 ഗ്രാമപഞ്ചായത്തിൽ 64 ഗ്രാമപഞ്ചായത്തിലും 2020 ഭരണം LDF നേടാൻ കഴിഞ്ഞുവെങ്കിൽ ഇത്തവണ അത് വലിയ രീതിയിലുള്ള ഒരു കുറവ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. 46 ഗ്രാമപഞ്ചായത്ത് പിടിക്കാനേ ഇത്തവണ LDF കഴിഞ്ഞിട്ടുള്ളൂ. UDF അക്കാര്യത്തിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 24-ൽ നിന്ന് 31 ഗ്രാമപഞ്ചായത്തുകൾ ഇത്തവണ UDF ഭരണം പിടിച്ചിരിക്കുകയാണ്. NDA 2 ഗ്രാമപഞ്ചായത്തിൽ ഭരണം നേടാൻ NDAക്കും കഴിഞ്ഞിരിക്കുകയാണ്. ശരി, നമ്മൾ ഇനി പാലക്കാട് നിന്ന് നമുക്ക് വളരെ വേഗത്തിലൊന്ന് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറത്തെ സ്ഥിതി എന്താണ് എന്ന് നമുക്ക് നോക്കാം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ LDF വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. 2020 32 വാർഡിൽ 5 LDF ജയിച്ചു എങ്കിൽ ഇത്തവണ അത് വെറും 0 ആയി ചുരുങ്ങിയിരിക്കുന്നു. UDF മലപ്പുറം നമുക്കറിയാം, UDF കോട്ട തന്നെയാണ്, ലീഗ് കോട്ടയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് LDF ഒരുപക്ഷെ ഇങ്ങനെ ഒരു തിരിച്ചടി കണക്ക് കൂട്ടിയിരുന്നിരിക്കണം എന്ന് നമുക്ക് പറയേണ്ടി വരും. 27 വാർഡിൽ UDF ആയിരുന്നു 2020. ഇത്തവണ അത് 33 ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. NDAക്ക് അവിടെ ഒരു തരത്തിലുള്ള ഒരു നേട്ടവും ഒരിടത്തും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരി, ഇനി നഗരസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ 12 നഗരസഭകളാണ് മലപ്പുറത്ത്. അതിൽ ഒരേ ഒരു നഗരസഭാ ഭരണം മാത്രമേ ഇത്തവണ LDF നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. പകരം UDF 9-ൽ നിന്ന് 2020 9 ആയിരുന്നു. ഇത്തവണ അത് 11 നഗരസഭയായി ഉയർത്താൻ UDF കഴിഞ്ഞിരിക്കുന്നു. ശരി, ഇനി ബ്ലോക്ക് തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ 15 ബ്ലോക്ക് പഞ്ചായത്തിൽ 3 ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDF 2020. ഇത്തവണ അത് 2 ബ്ലോക്ക് പഞ്ചായത്ത് LDF കൈവിട്ടിരിക്കുന്നു. ഒരേ ഒരിടത്ത് മാത്രമാണ് LDF ഭരണം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി UDF അക്കാര്യത്തിൽ 12-ൽ നിന്ന് 14 ബ്ലോക്ക് പഞ്ചായത്ത് ഉയർത്താൻ 14 ഭരണം നേടാൻ UDF കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഗ്രാമപഞ്ചായത്ത് കൂടി നമുക്ക് വളരെ വേഗത്തിലൊന്ന് നോക്കാം. 94 ഗ്രാമപഞ്ചായത്തിൽ 24 ഗ്രാമപഞ്ചായത്തിൽ ഭരണം LDF പക്ഷേ അത് 20 ഗ്രാമപഞ്ചായത്ത് LDF കൈവിട്ടിരിക്കുന്നു. 4 ഗ്രാമപഞ്ചായത്ത് നേടാൻ LDF കഴിഞ്ഞിട്ടുള്ളൂ. പകരം UDF അക്കാര്യത്തിൽ നോക്കൂ, 70-ൽ നിന്ന് 47 കുറഞ്ഞിരിക്കുന്നു. അതിൽ പലയിടത്തും അക്കാര്യത്തിൽ ഫലം വരാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കാര്യം മഹേഷ് പോലും വിശദീകരിക്കും. എന്താണ് മലപ്പുറത്തെ സ്ഥിതി മഹേഷ്? മലപ്പുറത്ത് ഇളക്കമില്ല. മലപ്പുറത്ത് UDF തേരോട്ടത്തിന് ഒരു ഇളക്കവുമില്ല, തിളക്കം കൂടി എന്നുള്ളത് മാത്രമാണ്. നമ്മൾ എവിടെ നോക്കിയാലും കൊണ്ടോട്ടിയിലും കോട്ടക്കലും ഈ പറയുന്ന മുനിസിപ്പൽ ഇതാണ് കേട്ടോ, നഗരസഭയാണ്. മലപ്പുറം, മഞ്ചേരി, നിലമ്പൂർ, പരപ്പനങ്ങാടി, പെരിന്തൽമണ്ണ, പൊന്നാനിയിൽ ഈ കണക്കിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ പൊന്നാനിയിൽ, താനൂരിൽ, തിരൂരിൽ, തിരൂരങ്ങാടി, വളാഞ്ചേരിയിൽ എല്ലായിടത്തും UDF ഒരു വലിയ മുന്നേറ്റം. നോക്കൂ, പഞ്ചായത്തുകളുടെ കണക്ക് നോക്കൂ ദിവ്യ. പഞ്ചായത്തുകളുടെ കണക്ക് ഇങ്ങനെ കാണുമ്പോൾ നോക്കൂ, ഇതിലെവിടെയും ഒരു ചുവന്ന കളർ കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് മലപ്പുറത്ത്. എല്ലായിടത്തും അവിടെ UDF ശക്തി കേന്ദ്രങ്ങളായി വീണ്ടും വരികയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോട് കൂടിയാണ്. അവസാന ഫലം വരുമ്പോൾ എത്ര ഗ്രാമപഞ്ചായത്തിലാണ് UDF ഭരണം പിടിച്ചിട്ടുള്ളത് മാഷ്? ഇവിടെ എങ്ങനെയാണ് ദിവ്യ ഒന്നുകൂടി? ഗ്രാമപഞ്ചായത്ത് എത്ര ഗ്രാമപഞ്ചായത്തിലെ ഭരണം UDF? ഇല്ല, നിലവിൽ ഈ കണക്കിൽ ഒരു കൺഫ്യൂഷൻ. ഇപ്പം എളംകുളം ഗ്രാമപഞ്ചായത്ത് ഈ സൈറ്റിൽ നമ്മൾ LDF എന്നാണ് കാണുന്നതെങ്കിൽ പോലും അവിടെ 7, 8 എന്നുള്ളത്. പക്ഷെ അതേഴ്സ് എന്ന് പറയുന്നതിൽ അവിടെ ഒരു 3 കാണുന്നുണ്ട്. അപ്പോൾ പലയിടത്തും ടൈ ആണ്. അതെ, പലയിടത്തും ടൈ ഉള്ള കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ എടപ്പാളിൽ ഇവിടെ ടൈ ആണ് അവിടെ കാണിക്കുന്നത്. എടപ്പാളിൽ ടൈ കാണിക്കുന്നുണ്ട്. പക്ഷേ
മൊത്തത്തിൽ നമ്മൾ ഈ മലപ്പുറം നോക്കുമ്പോഴേ അത് UDF ഒരിക്കൽ കൂടി ഞങ്ങളുടെ ശരി, കോട്ടയാണ്. നമുക്ക്